नमस्ते बच्चों, कैसे हो सब लोग? ठीक है ना? तो आज हम एक नया पाठ पढ़ेंगे। पाठ का नाम है अयाम कलाम के बहाने। क्या है? अयाम कलाम के बहाने। ഞാൻ കലാമാണെന്ന ഭാവത്തിൽ अयाम कलाम के बहाने। किसने लिखा? मिहिर पांडे। किसने लिखा? मिहिर पांडे लिखा। किसने लिखा? മിഹിർ പാണ്ഡെ. പാഠ का नाम അയാം കലാം കെ ബഹാനെ. ഞാൻ കലാമാണെന്ന ഭാവത്തിൽ എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ആദ്യം മിഹിർ പാണ്ഡെയെക്കുറിച്ച് പഠിക്കാം. मिहिर पांडे जन्म 2 सितंबर 1985। 2 सितंबर 1985 में उदयपुर में जन्म हुआ। उनका बचपन ബെൻസ്തലി വിദ്യാപീഠമേ ബീത്ത. ബെൻസ്തലി വിദ്യാപീഠത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ചിലവഴിച്ചത്. आपने दिल्ली विश्वविद्यालय से MA MPhil PhD आदि की उपाधियां ली. അപ്പോൾ അദ്ദേഹത്തിൻ്റെ MA PhD MPhil ഒക്കെ എവിടെയാണ് ചെയ്തത്? എല്ലാം ചെയ്തു. അത് ദില്ലി വിശ്വവിദ്യാലയത്തിലാണ് ചെയ്തത്. ആ ലോകപ്രിയ സിനിമയ്ക്ക് അധ്യേതാഹം. അപ്പോൾ ലോകപ്രിയ സിനിമയുടെ റിസർച്ച് ഫെലോയാണ് അദ്ദേഹം ഒരുപാട് ലോകപ്രിയ സിനിമകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റിസർച്ച് ചെയ്യുന്നുണ്ട്. उन्होंने नवभारत टाइम्स, तहलका और कथा देश के लिए हिंदी सिनेमा पर കോളം ലിഖി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് തഹൽക്ക എന്ന് പറയുന്നത് ഓർ കഥാദേശ് തുടങ്ങിയിട്ടുള്ള മാസികകൾ, നവഭാരത് ടൈംസ്, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കോളം എഴുതുന്നുണ്ട്. കൈ പത്രപത്രികാവോമേ ആപ്കെ ലേഖ ഓർ നിബന്ധ പ്രകാശിത് ഹെ. ഒരുപാട് പത്രപത്രികകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും നിബന്ധങ്ങളും ഒക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. आप सिनेमा पर आवारा हूँ ബ്ലാഗ് का संचालन करते हैं. അപ്പോൾ അദ്ദേഹം സിനിമയിൽ ആവാരാഹും എന്ന് പറയുന്ന പേരിൽ ഒരു ബ്ലോഗ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തകനാണ് ആര്? മിഹിർ പാണ്ഡെ. तो उनका जन्म कब हुआ? 2 सितंबर 1950 में. कहाँ? उदयपुर में उन्होंने उनकी जन्म हुआ था. तो चैप्टर पाठ की ओर चलना चाहिए. पेज नंबर 32. അയാം കലാം കെ ബഹാനെ. ഞാൻ കലാം എന്ന ഭാവത്തിൽ, കലാമാണെന്ന ഭാവത്തിൽ എന്നാണ് പടത്തിൻ്റെ പേര്. तो ये देखो एक फिल्मी लेख है. क्या है? एक फिल्मी लेख. क्या है? एक फिल्मी लेख. फिल्मी ലേഖ് ഹെ. एक ഫിൽമി ലേഖ്, അതായത് ഒരു ഫിലിം ആർട്ടിക്കിളാണ്. ക്യാ ഹെ? ഒരു ഫിലിം ആർട്ടിക്കിൾ, അതായത് ഒരു സിനിമാ ലേഖനമാണ്. ഫിലിം ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ സിനിമാ ലേഖനം എന്ന് പറയുന്നത് എന്താണ്? സിനിമ ലേഖനം, സിനിമയെ കുറിച്ചുള്ള ലേഖനം അല്ലേ? ഒരു ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ചുള്ള ലേഖനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിലിം ആർട്ടിക്കിൾ അല്ലെങ്കിൽ സിനിമാ ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സിനിമാ ലേഖനമാണ്. അയാം കലാം കെ ബഹാനെ എന്ന ഈ പാഠഭാഗം എന്താണ്? അതെന്ത് സാഹിത്യവിധയാണ്? സാഹിത്യത്തിൻ്റെ ഏത് രൂപമാണ്? കഹാനിയല്ല, കവിതയല്ല, ഉപന്യാസമല്ല, ഇതൊന്നും തന്നെയല്ല, ഡയറിയല്ല. പിന്നെ ഇതെന്താണ്? ഇതൊരു ഫിൽമി ലേഖാണ്. ഒരു എന്താണ്? അതായത് ഒരു സിനിമ ആർട്ടിക്കിൾ, ഒരു ഫിലിം ആർട്ടിക്കിളാണ്, സിനിമാ ലേഖനമാണ്. അപ്പോൾ ഏത് സിനിമയെ ബേസ് ചെയ്തിട്ടായിരിക്കും അദ്ദേഹം ഇവിടെ ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടാവുക? നമ്മുടെ പാഠത്തിൽ തന്നെ ഉണ്ട്. എന്ത്? അയാം കലാം. ക്യാ ഹെ? അയാം കലാം. അയാം കലാം എന്ന പേരിൽ ഒരു സിനിമയുണ്ട്, ഒരു ഹിന്ദി സിനിമയാണ്. അപ്പോൾ നിങ്ങളതെന്ത് ചെയ്യുക? കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിലെന്താണ് പറയുന്നത്? ആ സിനിമ കാണുമ്പോൾ ആ സിനിമയുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പാഠഭാഗത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്രോസ് മാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും. അയാം കലാം. നമ്മുടെ ആരാണ് കലാം? അബ്ദുൽ കലാം അല്ലേ? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓക്കെ. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അബ്ദുൽ കലാം അല്ലെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ജന്മം എന്നായിരുന്നു? അദ്ദേഹം ജനിച്ചത് 15 अक्टूबर 1931. 15 अक्टूबर 1931 से 27 ജൂലൈ 2015. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ അല്ലേ? 15 ഒക്ടോബർ 1931 മുതൽ 27 ജൂലൈ 2015 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ആരായിരുന്നു? നമ്മുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു, പ്രസിഡൻ്റ് ആയിരുന്നു അല്ലേ? सोलह नहीं 11वीं രാഷ്ട്രപതി. 11वीं രാഷ്ട്രപതി, 11ാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നു അദ്ദേഹം. ഓക്കെ. तो उसके बारे में उसके बाद हमें पाठ की ओर चलना चाहिए. पेज नंबर 32.
गाँव के स्कूल में मेरा एक साथी था मोरपाल। वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था। LOOK लुक, लुक यानी लुक, लुक के देखना। नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगहें भी साथ ही थी। वही मोरपाल जिसकी मेरे खाने के डिब्बे में राजमा देखते ही बाछें खिल जाती थी। हमारा सौदा था खेलखंडी में खाने की अदला बदली का, यानी मेरे टिफ़िन के राजमा चावल उसके और उसके घर से आया बड़ा सा जांच का डिब्बा मेरा। उसे पता था कि जांच मेरी कमज़ोरी है, लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाज़ा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज़ किसी के लिए इतनी खास हो सकती है। मोरपाल ने मेरे टिफ़िन बॉक्स में रखे राजमा को खाने से पहले कभी राजमा देखा भी नहीं था। वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज़ स्कूल आता था। मैं आज तक नहीं जान पाया कि कैसे वह उस जांच के डिब्बे को रोज़ 15 किलोमीटर बिना ज़रा भी झलक खाए लिए ले आता था। അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പാരഗ്രാഫ്. നമുക്കിതിലേക്ക് കടക്കാം. ഗാവ് കെ സ്കൂൾ മേ മേരാ एक സാത്തി था മോർപാൽ. അപ്പോൾ ഗ്രാമത്തിലെ എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്ന ഗ്രാമത്തിലെ സ്കൂളിൽ എനിക്കൊരു സാഥി ഉണ്ടായിരുന്നു. സാഥി കോനെ? സുഹൃത്ത്. സാഥി എന്ന് വെച്ചാൽ കൂടെ ഉണ്ടാകുന്ന ആൾ അല്ലെങ്കിൽ സുഹൃത്ത്. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഉസ്കാ നാം ഹേ മോർപാൽ. ക്യാ ഹേ? മോർപാൽ. കോൻ ഹേ? മോർപാൽ. കൂട്ടുകാരൻ്റെ പേരെന്താണ്? മോർപാൽ. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था. അപ്പോൾ ഒരു തവണ ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകനായിട്ടുള്ള മാസ്റ്റർ കോനെ? അധ്യാപക്. अंग्रेजी माने इंग्लिश. अंग्रेजी के मास्टर तिवारी जी, इंग्लिश അധ്യാപകനായിട്ടുള്ള തിവാരി ജി ലുക്ക് का मतलब, ലുക്ക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മീനിങ്, मतलब മീനിങ് और सही हिज्जे അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ്, ഹിജ്ജെ സ്പെല്ലിംഗ് പൂछे जाने पर ചോദിക്കപ്പെട്ടപ്പോൾ बताया था. कौन बताया था? മോർപാൽ ने बताया था. അപ്പോൾ തിവാരി ജി എന്ത് ചെയ്തു? നമ്മുടെ മോർപാലിനോട് സ്പെല്ലിംഗ് ചോദിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്ന്, ലുക്ക് എന്ന വേർഡിൻ്റെ സ്പെല്ലിങ്ങും അതിൻ്റെ മീനിങ്ങും എന്താണെന്ന് മോർപാലിനോട് ചോദിച്ചു. അപ്പോൾ മോർപാൽ പറഞ്ഞു बताया था LOOK लुक. LOOK लुक. उन्होंने बिल्कुल सही कहा है ना. കൃത്യമായിട്ടുള്ള ആൻസർ പറഞ്ഞത് LOOK ലുക്ക്. ലുക്ക് യാനി, ലുക്ക് എന്ന് വെച്ചാൽ, ലുക്ക് का मतलब है ലുക്ക് യാനി ലുക്ക്, ലുക്ക് കെ देखना. ലുക്ക് എന്ന് വെച്ചാൽ ലുക്ക്, ലുക്ക് എന്ന് വെച്ചാൽ ലുക്ക്, നല്ല ലുക്കോട് കൂടി നോക്കുക എന്നാണ്. നല്ല ലുക്കോട് കൂടി നോക്കുക എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട് എന്ത് ചെയ്തു? കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി അല്ലേ. ലുക്കിൻ്റെ അർത്ഥം എന്താണ്? ലുക്ക് മീൻസ് നോക്കൂ, കാണൂ എന്നുള്ളതാണ് അല്ലേ. നോക്കുക, കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ എന്താ പറഞ്ഞത്? നമ്മുടെ മോർപാൽ എന്താ പറഞ്ഞത്? നല്ല ലുക്കോട് കൂടി നോക്കുക, കാണുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ചിരിച്ചു എന്നാണ് ഇവിടെ നമ്മുടെ മിഹിർ പാണ്ഡെ പറയുന്നത്. അപ്പോൾ മിഹിർ പാണ്ഡെയുടെ കുട്ടിക്കാലത്തെ അനുഭവമാണ് ഇവിടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. മിഹിർ പാണ്ഡെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ട് ഉള്ള मोरपाल. ओके. नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगहें भी साथ ही थी. അപ്പോൾ ക്ലാസ്സിലെ ആ ഒരു ദരിപ്പട്ടി മാനെ കാർപ്പറ്റ്. ക്യാ ഹേ ദരിപ്പട്ടി? കാർപ്പറ്റ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ എന്തുണ്ട്? ഇവരുടെ സ്കൂളിൽ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് താഴെ. അപ്പോൾ ഈ കാർപ്പറ്റിൽ ഇരുന്നാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരുപക്ഷെ ബെഞ്ചും ഡെസ്കും ഒന്നും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ്? കാർപ്പറ്റിലിരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ രണ്ടുപേരും നാം കാ പെഹലാ അക്ഷർ മിൽനെ കി വജഹ സേ, രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഒന്നായതുകൊണ്ട് എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പല നമ്മളൊക്കെ എന്താണ്, ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് കുട്ടികളെ ഇരുത്തുന്നത് അല്ലേ. അപ്പോൾ A ആണെങ്കിൽ അത് കഴിയുമ്പോൾ അടുത്ത ലെറ്റർ B ആണ്, C ആണ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ. അപ്പോൾ ഇവിടെ നോക്കിയേ, മിഹിർ പാണ്ഡെ M,
അതുപോലെ മോർപാലിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ഫസ്റ്റ് ലെറ്റർ എം ആണ്. അപ്പോൾ രണ്ടുപേരുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഒന്നായതുകൊണ്ട് എന്ത് ചെയ്തു? ഓ ദോനോ സാത്ത് ഹി സാത്ത് ബൈഠേ थे. कहाँ बैठे थे? दरीपट्टी पर. कहाँ? दरीपट्टी पर. वही मोरपाल जिसकी मेरे खाने के डिब्बे में राजमा देखते ही बाछेम खिल जाती थी. വഹി മോർപാൽ, അതേ മോർപാൽ തന്നെ. ജിസ്കി മേരെ ഖാനെ കെ ഡിബ്ബെ മീൻ. ഖാന എന്ന് പറയുമ്പോൾ രണ്ട് മീനിങ് വരുന്നുണ്ട്. ഒന്ന് ഫുഡ്, ഒന്നെന്താണ്? കഴിക്കുക എന്നുള്ളത്, ടു ഈറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഏത് മീനിങ്ങാണ് വരിക? ഖാന മീൻസ് ഫുഡ് എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരിക. ഓക്കെ. ജിസ്കി മേരെ ഖാനയ്ക്ക് ഡിബ്ബേമേം, ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ എൻ്റെ ഒരു ഡിബ്ബ ഉണ്ടല്ലോ, ഡിബ്ബയിലാണല്ലോ ഫുഡ് കൊണ്ടുവരുന്നത്. ഡിബ്ബേമേ രാജമാ ദക്തി. അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫുഡിൻ്റെ ഡിബ്ബ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ എന്ത് ചെയ്തു? രാജമാ കണ്ടു. രാജമാ മാനേക്കും നോർത്ത് ഇന്ത്യൻ ഡിഷ്. ഒരു നോർത്ത് ഇന്ത്യൻസ് കൂടുതലായിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്, ഒരു ഫുഡ് ഐറ്റമാണ് അത്. ഒരു പരിപ്പ്, ഒരു കൈൻഡ് ഓഫ് ഒരു പരിപ്പെന്ന് പറയാം, നമ്മളിവിടെ പരിപ്പെന്ന് പറയും. അപ്പോൾ അതുപോലെ ഒരു ഫുഡ് ഐറ്റം ആയിരുന്നു അത്. രാജമാ ദേഖ്തേ ഹി ബാഞ്ചേം ഖിൽ ജാത്തി ഥി. അവൻ വളരെയധികം അത്ഭുതപ്പെട്ടു, വളരെയധികം ആശ്ചര്യത്തോടെ അവൻ്റെ മുഖം വിടർന്നു. ഖിൽ ജാത്തി ഥി. ഹമാരാ സൗദാ ഥാ ഖേൽ കണ്ടി മീൻ ഖാനെ കി അദലാ ബദലി കാ. അപ്പോൾ ഹമാര സൗദാഥ, അപ്പം ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്, ഒരു ചെറിയ ഇടപാടുണ്ട്. ഖേൽ ഖണ്ഡിമേ ഖാനേക്ക് അദലാ ബദലിക്ക. അപ്പോൾ ഈ ഫ്രീ ടൈം ഖേൽ ഖണ്ഡി നമ്മൾ ഇതിന് മുൻപും പഠിച്ചിട്ടുണ്ടല്ലേ? ഖേൽ ഖണ്ഡി ബീർബഹോഡിയിൽ പഠിച്ചിട്ടുണ്ട് ഖേൽ ഖണ്ഡി. അപ്പോൾ എന്താണ്? ഡ്രിൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു PT പീരീഡ്. ആ ഒരു കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്തു? ഞങ്ങളുടെ ഫുഡ് തമ്മിൽ എന്ത് ചെയ്തു? അദലാ ബദല. അദലാ ബദല കർണ മാനെ ലേൻ ദേൻ കർണ, മാനെ എക്സ്ചേഞ്ച് കർണ, എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. यानी मेरे टिफ़िन के राजमा चावल उसके और उसके घर से आया बड़ा सा छाछ का डिब्बा मेरा. അതായത് മേരെ ടിഫിൻ കെ രാജമ ചാവൽ, എൻ്റെ കയ്യിലുള്ള എൻ്റെ ഫുഡായിട്ടുള്ള രാജമയും ചാവലും, രാജമ ചാവൽ റൈസ് ആൻഡ് ആ പരിപ്പും റൈസും, അത് ഞാൻ എന്ത് ചെയ്യും? ഉസ്കെ അവനും, ഔർ ഉസ്കെ ഘർ സെ ആയ, അതുപോലെ അവൻ്റെ വീട്ടിൽ നിന്ന് വന്ന ബഡാസ ഛാച്ച്, വലിയൊരു ബോട്ടിൽ മോര്. ഛാച്ച് മാനെ മോര്. ഓക്കെ, ബട്ടർ മിൽക്ക്. ഛാച്ച് മോര്. ക ഡിബ്ബ മേര, ഛാച്ച് ക ഡിബ്ബ മേര. അപ്പം എനിക്ക് അവൻ്റെ ഫുഡും തരും, ഞാൻ എൻ്റെ ഫുഡും അവനും കൊടുക്കും. ഉസെ പതാ ഥാ കി ജാച്ച് മേരി കംസോരിയെ. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ജാച്ച് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഫുഡാണ്, ഛാച്ച് മോര്. ലേക്കിൻ മുझे മോർപാൽ സെ മിൽനെ സെ പെഹലെ, പക്ഷേ ഞാൻ മോർപാലിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് തന്നെ കതയി അന്താസ നഹി, എനിക്ക് ഒട്ടും ബിൽക്കുൽ, കതയി മാനെ ബിൽക്കുൽ, ഒട്ടും തന്നെ अंदाज़ा नहीं था कि मेरे लिए राजमा जैसी സാമാന്യ ചീസ് കിസി കെ ലിയെ ഇതനി ഖാസ് ഹോ സക്തി ഹെ. അപ്പോൾ എനിക്കിത് സാധാരണമായി കണ്ട ഈ ഒരു ഫുഡ് രാജമ എന്ന് പറയുന്ന രാജമ ചാവൽ എനിക്ക് സ്ഥിരം ഡെയിലി എൻ്റെ വീട്ടിൽ ഇത് തന്നെയാണ്. അപ്പോൾ എനിക്കിത് കണ്ട് എന്താണ്, ഒരു അസാധാരണത്വം ഇതിലില്ല. ഞാൻ ഡെയിലി കാണുന്നത് കൊണ്ട്, ദിവസവും കാണുന്നത് കൊണ്ട് എനിക്കതൊരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഫുഡ്. പക്ഷേ ഇങ്ങനെ ഈ ഒരു ഫുഡ് എനിക്ക് സാമാന്യ ചീസ്, എന്നെ സംബന്ധിച്ച് സാധാരണമായി കണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് കിസി കെ ലി ഇതനി ഖാസ് ഹോ സക്തി ഹെ, മറ്റൊരാൾക്ക് എന്താണ് അത് വളരെയധികം ഖാസ്. ഖാസ് മാനെ സ്പെഷ്യൽ. ക്യാ ഹെ ഖാസ്? സ്പെഷ്യൽ. സ്പെഷ്യലായിരുന്നു. ആർക്ക്? കിസ്കോ ഖാസ് ലഗ്തി ഹെ ये चीज़? कौन सी चीज़? राजमा चावल. किसको खास लगती है? മോർപാൽ को खास लगती है. അപ്പോൾ മോർപാലിനെ ഇത് വളരെയധികം സ്പെഷ്യലായിട്ട് തോന്നി. मोरपाल ने मेरे टिफ़िन बॉक्स में रखे राजमा को खाने से पहले कभी राजमा देखा भी नहीं था. അപ്പോൾ മോർപാലാണെങ്കിൽ ഞാൻ ഈ ഫുഡ് കൊണ്ടുവന്ന ഈ രാജമ, എൻ്റെ ഫുഡ് കഴിക്കുന്നതിന് മുൻപ്, ഞാൻ കൊണ്ടുവന്ന രാജമ ചാവൽ കഴിക്കുന്നതിന് മുൻപ് എന്താണ്, അവനിത് കണ്ടിട്ട് കൂടിയില്ല. മോർപാലിനെ മേരെ ടിഫിൻ ബോക്സ് മേ രഖേ രാജമ കോ ഖാനെ സെ പെഹലെ, ഫുഡ് കഴിക്കുന്നതിന് മുൻപ് കഭി രാജമ ദേഖാ ഭി നഹീ താ, ഈ രാജമ എന്താന്ന് കേട്ടിട്ട് പോലുമില്ല, കണ്ടിട്ട് കൂടിയില്ല. वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज़ स्कूल आता था. वो कैसे आता था स्कूल में? 15 किलोमीटर साइकिल में 15 किलोमीटर दूर से किसी गांव से साइकिल चलाकर यहाँ आता था. സൈക്കിൾ ചവിട്ടിയായിരുന്നു അവൻ 15 കിലോമീറ്റർ സൈക്കിൾ താണ്ടിയാണ് വന്നുകൊണ്ടിരുന്നത്. मैं आज तक नहीं जान पाया कि कैसे वह उस छाछ के डिब्बे को रोज़ 15 किलोमीटर बिना ज़रा भी चलकाए लिए आता था. അപ്പോൾ എനിക്ക് ഒട്ടും തന്നെ മേ ആജ് തക്ക് നഹീം ജാൻ പായ, എനിക്ക് ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. കി കേസെ വഹൂസ് ചാച്ചിക്കെ ഡിബ്ബേക്കോ, അവൻ എങ്ങനെയാണ് ഈ മോരിൻ്റെ ഒരു ബോക്സ് 15 കിലോമീറ്റർ
അത് ഒട്ടും തുളുമ്പാതെ തന്നെ. സൈക്കിളിൽ സാധാരണ നമ്മൾ പാല് വാങ്ങുകയോ മോര് വാങ്ങുകയൊക്കെ പോയിട്ട് വരുമ്പോൾ എന്താ സ്വാഭാവികമായിട്ട് അത് കുറച്ച് തുളുമ്പി പോകാറുണ്ടല്ലേ. പക്ഷേ അങ്ങനെ പോലും തുളുമ്പാതെ 15 കിലോമീറ്റർ ചവിട്ടിയാണ് ആര് വരുന്നത്, നമ്മുടെ മോർപാൽ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. मैं स्कूल जाने में रोया करता, रोज़ नए बहाने बनाया करता और तब जब तेज़ बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाचा करता, लेकिन मैं समझ नहीं पाता था कि मोरपाल और उसके जैसे मेरे कोई और सहपाठी बिना नागा रोज़ स्कूल क्यों चले आते थे. उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. അപ്പോൾ ഇവിടെ പറയുന്നത് मैं स्कूल जाने में रोया करता था, എനിക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും എന്താ കരയുമായിരുന്നു. റോയ കർത്താ ഥ, കരയുമായിരുന്നു. റോസ് നയെ ബെഹാനെ ബനായ കർത്താ ഥ, ദിവസവും ഞാൻ പുതിയ പുതിയ ഒഴിവ് കഴിവുകളൊക്കെ പറയും. ഇന്ന് എനിക്ക് സുഖമില്ല, തലവേദനയാണ്, അല്ലെങ്കിൽ എനിക്ക് കാലുവേദനയാണ്, അപ്പം അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ടല്ലോ. और जब तेज़ बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती. അപ്പോൾ അതിശക്തമായിട്ട് മഴ പെയ്യുന്ന ദിവസങ്ങളിൽ വഴികളിലും റോഡുകളിലും ഒക്കെ വെള്ളം നിറയുന്ന സമയത്ത് എന്താണ്, ഞാൻ അവധി എടുക്കുമായിരുന്നു. ആ ദിവസങ്ങളിൽ ഞാൻ സ്കൂളിൽ പോകില്ല. തോ മേ ഘർ പർ നാച്ചാ കർത്താ, അപ്പം ഞാൻ എന്ത് ചെയ്യും, സന്തോഷം കൊണ്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. ലേക്കിൻ മേ സമജ് നഹീ പാത്താ താ കി മോർപാൽ, അപ്പോൾ എനിക്ക് ഒട്ടും മനസ്സിലാക്കാനേ കഴിയുമായിരുന്നില്ല. മോർപാൽ और उसके जैसे मेरे कई और सहपाठी, മോർപാലും അതുപോലെ അവനെ പോലെ വളരെയധികം വേറെ എനിക്ക് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ, മറ്റുള്ള സുഹൃത്തുക്കളും. ബിനാ നാഗ, ഒരിക്കൽ പോലും ലീവ് എടുക്കാതെ, ബിനാ വിത്തൗട്ട്, ബിനാ ക്യാ ഹെ വിത്തൗട്ട്, ആബ്സെൻറ്റ്, നാഗാമാനെ ആബ്സെൻറ്റ്, വിത്തൗട്ട് ആബ്സെൻറ്റ്, അതായത് ഒരു ദിവസം പോലും അവർ വരാതിരിക്കില്ല. റോസ് സ്കൂൾ ക്യോം ചലയത്തേത്, എന്താ ഒരു ദിവസം പോലും അവർ ലീവ് എടുക്കാതെ ഇങ്ങനെ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അത്ഭുതത്തോടെ. उनका स्कूल को लेकर प्रेम इतना गहरा था, അവർക്ക് സ്കൂളിലേക്ക് വരാൻ ഇത്രമാത്രം ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ അതിനോട് ഇഷ്ടമായിരുന്നു. എന്താണ്, രവിവാർ കി ചുട്ടി കാ ദിൻ ഉൻകെ ലിയെ ഹഫ്തെ കാ സബ്സെ ബുരാ ദിൻ ഥ, എന്തുകൊണ്ടെന്നാൽ ഈ രവിവാർ കോൺ സൺഡേ, അപ്പോൾ ഞായറാഴ്ച ദിവസം പോലും അവർക്ക് എന്താണ്, സ്കൂളിൽ വരാതിരിക്കുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ ആഴ്ചയിൽ ഏറ്റവും മോശപ്പെട്ട ദിവസമായിട്ട് കണക്കാക്കുന്നത് ഏത് ദിവസമാണ്, ഞായർ. പക്ഷേ നമ്മൾ കുട്ടികൾ, ഇവിടെയുള്ള കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ എന്താണ്, ഞായർ എന്ന് പറയുമ്പം വളരെ സന്തോഷമുള്ള ദിവസമാണ്, കാരണം അന്ന് സ്കൂളിൽ പോകണ്ട, പഠിക്കേണ്ട അല്ലേ. പക്ഷേ അന്നത്തെ കാലത്ത് നമ്മുടെ മോർപാലിന് ഒരു ദിവസം പോലും സ്കൂളിൽ വരാതിരിക്കാൻ ഇഷ്ടമായിരുന്നില്ല. ഞായറാഴ്ചയായിരുന്നു അവന് ഏറ്റവും ഇഷ്ടമല്ലാത്ത ദിവസം, കാരണം എന്താ, അന്ന് സ്കൂളിൽ അവധിയാണ്. അതുകൊണ്ട് मैं स्कूल के नीली खाकी यूनिफॉर्म से हमेशा चिढ़ा करता और उससे पहनना हमेशा डाला करता. എനിക്കാണെങ്കിൽ സ്കൂളിലെ യൂണിഫോം നീല നിറത്തിലുള്ള കാക്കിയും നീലയും നിറത്തിലുള്ള യൂണിഫോം ഇടാൻ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. എനിക്കത് ഇടുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ അതിനെ മാക്സിമം ഒഴിവാക്കാനാണ് ശ്രമിക്കാറ്. ഡാല കർണാമാനെ ഒഴിവാക്കുക, ടു അവോയ്ഡ്. വഹി മോർപാൽ മുझे जब भी दिखा हमेशा वही स्कूल के यूनिफॉर्म पहने ही देखा. ഞാൻ എപ്പോൾ മോർപാലിനെ കണ്ടാലും അവൻ ഈ സ്കൂളിലെ യൂണിഫോം ഇട്ടുകൊണ്ടായിരിക്കും നിൽക്കുക. एक बार तो मुझे याद है कि मोहल्ले की किसी शादी में भी उसे वही नीली खाकी स्कूल यूनिफॉर्म पहने देख मैं हैरान रह गया था. അപ്പോൾ ഞാനൊരു ദിവസം നോക്കിയപ്പോൾ ഉണ്ട്, ഞങ്ങളുടെ പ്രദേശത്തൊരു കല്യാണം. അപ്പോൾ ആ കല്യാണത്തിന് വന്നപ്പോൾ എന്താണ്, മൊഹല്ലയ്ക്ക് കിസി ഷാദിമേ, ഒരു കല്യാണത്തിന് വന്നപ്പോൾ ഉസേ വഹി നീലി കാക്കി, ആ നീല കാക്കി നിറത്തിലുള്ള യൂണിഫോം ഇട്ട്, സ്കൂൾ യൂണിഫോം പഹൻകർ ദേഖ് മേ ഹൈറാൻ രഹ് ഗയാ ഥ, അവൻ എന്ത് ചെയ്തിരിക്കുന്നു, ഈ അതേ യൂണിഫോം ഡ്രസ്സ് ഇട്ടുണ്ട് ആ കല്യാണത്തിന് വന്നിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ വളരെയധികം എന്താണ്, ഞെട്ടിപ്പോയി. ഹെറാൻ ഹോ ഗയ, അപ്പോൾ ഞെട്ടുക എന്നാണ് അതിൻ്റെ മീനിങ്, ഞെട്ടിപ്പോയി. പിന്നെ അഗല पेज नंबर 34. यह मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था. അപ്പോൾ മുझे बहुत बाद में समझ आया, ഇതെനിക്ക് വളരെ നാളുകൾക്ക് ശേഷം, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എനിക്കിത് മനസ്സിലായത്. कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था, ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം അല്ലെങ്കിൽ ചിലവഴിച്ച ആ സമയം ഏറ്റവും മോശപ്പെട്ട സമയമാണെന്ന് ഞാൻ കരുതിയിരുന്ന ആ സമയം, ഷായത് ഒരു പക്ഷേ വഹി മോർപാൽ കേലിയെ, നമ്മുടെ മോർപാലിന് എന്തായിരിക്കും, ഉസ്കെ ജീവൻ കെ സബ്സെ അച്ഛാ സമയം ഹോത്ത, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായിരിക്കും. घर की कमर तोड़ मेहनत और खेत मजदूरी से इतना इधर दिन का ऐसा एकमात्र समय जब वह
बच्चा बना रह सकता था. घर की कमर तोड़ मेहनत. കമർ തോട് എന്ന് വെച്ചാൽ കമർ മാനെ അര, തോടന മാനെ എന്താണ് ടു ബ്രേക്ക്, അതായത് പൊട്ടുക അല്ലെങ്കിൽ മുറിയുക. അവൻ എല്ലാം മുറിയെ പണിയെടുത്ത ഒരു സമയം. അവർ ഖേത്ത് മജൂരി, അതുപോലെ തന്നെ അവർക്ക് പണ്ടുള്ള സമയത്ത് എന്താണ്, കുട്ടികൾ വയലിലും പോയി കൃഷി ചെയ്യും, കൃഷിപ്പണികളിലൊക്കെ ഏർപ്പെട്ടിട്ട് ബാക്കിയുള്ള സമയത്താണ് അവർ എന്ത് ചെയ്യുന്നത്, സ്കൂളിൽ പോയി പഠിക്കുക ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുട്ടിക്ക് ആരാണ് അപ്പോൾ ഈ കുട്ടിക്ക് എന്താണ്, അവന് സ്കൂളിൽ പോകുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം എന്താ, അല്ലാന്നുണ്ടെങ്കിൽ അവന് വീട്ടിലെന്താണ്, വീട്ടിലും വയലുകളിലും ഒക്കെ ആയിട്ട് എന്താണ്, എല്ലും മുറിയെ പണിയെടുക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. ഇവൻ സ്കൂളിൽ പോകുന്ന ആ ഒരു അത്രയും സമയം മാത്രമാണ് ഈ കുട്ടി എന്താണ്, കുട്ടിയായിട്ട് ഇരിക്കുന്നത്. കുട്ടിയായി കളിക്കുകയും ചിരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ സമയമാണ്. അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലി, അതുപോലെ വയലിലെ ജോലി, ഇതെല്ലാം എല്ലുമുറിയെ ഉള്ള ജോലികൾ എടുത്ത് അവൻ എന്ത് ചെയ്യും, ക്ഷീണിതനാകുമായിരുന്നു. मेरे लिए स्कूल യൂണിഫോം ബോച്ച് थी. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് വളരെയധികം ഭാരമേറിയതായിരുന്നു, ബോച്ചായിരുന്നു. ബോച്ച് മാനെ ഭാരം. मेरे पास उससे बेहतर कपड़े थे जिन्हें मैंने अपनी पसंद से बड़े शहरों के बड़े बाजारों से खरीदा था. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ വേറെ മറ്റു ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഞാൻ വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ വലിയ വലിയ ബാസാർ, ചന്ത, മാർക്കറ്റിലൊക്കെ പോയി അല്ലെങ്കിൽ മോളിലൊക്കെ പോയിട്ട് ഞാൻ വാങ്ങിച്ച ഡ്രസ്സുകൾ എനിക്കുണ്ടായിരുന്നു, എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സുകൾ. लेकिन मोरपाल के पास एकमात्र कमीज पैंट का नया जोड़ा वह नीली खाकी स्कूल യൂണിഫോം ही थी. പക്ഷേ മോർപാലിൻ്റെ കയ്യിൽ എന്താണ്, വേറെ ഡ്രസ്സൊന്നുമില്ല, നമ്മുടെ ഈ ഒരു യൂണിഫോം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൻ ഈ യൂണിഫോം മാത്രം എപ്പോഴും ധരിക്കുന്നത് എന്നുള്ളത് ആർക്ക് മനസ്സിലായി, നമ്മുടെ മിഹിറിന് പിന്നീട് മനസ്സിലായി. സ്വാഭാവിക് താക്കി വഹുസേഹി ഷാദിമേ ബേൻകറാത്ത. അതുകൊണ്ട് തന്നെ ആ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് മാത്രമാണ് അവൻ ആ വിവാഹത്തിനും എന്താണ് ഈ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പാരഗ്രാഫ്. എന്താണ്, മുझे बहुत बाद में समझ आया था कि जिस स्कूल में बिताए समय को मैं अपने बचपन के सबसे खराब समझा करता था शायद वही മോർപാൽ के लिए अपने जीवन का सबसे अच्छा समय होता था. അപ്പോൾ മോർപാലിനെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിലെ ലൈഫ് എന്ന് പറയുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടുണ്ടാവും. പക്ഷേ മിഹിറിന് അത് ഏറ്റവും ബോറായിട്ടുള്ള ഒരു ലൈഫായിരുന്നു. പിന്നെയോ घर की कमर तोड़ मेहनत और खेत मजूरी से इधर दिन का ऐसा एकमात्र समय जब वह बच्चा ബനാ രഹ സക്താ ഥ. അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയം അവൻ ഏതോ കാര്യസ്ഥനെ പോലെ അല്ലെങ്കിൽ എന്തോ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ പോലെ വീട്ടിലെ ജോലിയും വയലിലെ ജോലിയൊക്കെ ചെയ്ത് എല്ലും മുറിയെ പണിയെടുക്കുന്നൊരു കുട്ടിയായിരുന്നു. പക്ഷേ അവൻ സ്കൂളിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്, ആ സമയങ്ങളിൽ മാത്രമേ അവൻ കുട്ടിയായിരിക്കുന്നുള്ളൂ. കാരണം അവൻ ആ സമയങ്ങളിൽ മാത്രമേ കളിക്കുന്നു, ചിരിക്കുന്നു, ആഹാരം കഴിക്കുന്നു, പഠിക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്താകുന്നു, അവൻ എന്തോ വലിയൊരാളെ പോലെയാണല്ലേ. അപ്പം വീട്ടിൽ അത്രമാത്രം ഈ പറഞ്ഞ കഷ്ടതകളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഈ കുട്ടി എന്ത് ചെയ്യുന്നത്, പഠനത്തിന് ശേഷം മറ്റുള്ള ജോലികളിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പം ആ ഒരു സമയത്തെ ഒരു ഭാഗം ആൾക്കാരുടെ ദാരിദ്ര്യവും ഒരു ഭാഗം ആൾക്കാരുടെ സമ്പന്നതയും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം മിഹിറിനെ പോലുള്ള ആൾക്കാർക്ക് രാജുമ എന്ന് പറയുന്നത് ഒന്നും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡേ അല്ല, അല്ലേ. അതെന്താണ്, അത് അവൻ്റെ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു ഫുഡാണ്. സോ അവനെ സംബന്ധിച്ച് അതൊരു സ്പെഷ്യലല്ല. പക്ഷേ നമ്മുടെ മോർപാലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് ഒരു ഖാസാണ്, ബഹുത് ഖാസേ, വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്താണ്, ആ ഫുഡ് കാണുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടമാണ് അവനത് കഴിക്കാൻ. അപ്പോൾ രണ്ടു പേരുടെയും ആ ഒരു സമ്പന്നത അല്ലെങ്കിൽ ദാരിദ്ര്യം എന്നുള്ള അവസ്ഥ നമുക്ക് ഈ ഒരു പാഠത്തിലൂടെ ഇത്രയും വായിച്ചപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബാക്കി നല്ലതുപോലെ വായിക്കുക. ബാക്കി ഹം അഗലെ ക്ലാസ് മേ പഠേംഗെ. ധന്യവാദ്.